സാത്വിക രജസ് തമസ് എന്നിവ 3 ഗുണം ബുദ്ധിക്കല്ലാതെ പരമാത്മാവിനില്ല എന്നുമേ. സാത്വികം കൊണ്ടു രജസ് താമസങ്ങളെ നീക്കി ബുദ്ധിയിൽ കാമസുഖ വൃത്തിയെ ശുദ്ധ സത്വബുദ്ധിയിൽ ത്വജിച്ചുടൻ ധർമ്മവാനായിട്ടേറ്റം ശുദ്ധനായുള്ള പുമാൻ നിർമ്മല ഭക്തനായി ത്രിഗുണാതീത ഭക്തിയോപാസന കൊണ്ട് ഗുണവിഗതനായ ധർമ്മം നശിച്ചു ധർമ്മവാനായി ആഗമാർത്ഥ പ്രശസ്തനായി പ്രജാദേശകാലം ആവകാകർമ്മധ്യാന മന്ത്ര സംസ്കാരം ജന്മം ഭക്തിഹ ഗുണം സാത്വികത്തിനുള്ളൊരു ഹേതു വൃത്തിയായി നിന്ദിക്കുന്നു രജസ്താമസങ്ങളെ. സാത്വിക ഗുണമെന്യന്യമാ ഗുണങ്ങളെ ചിത്തത്തിൽ ഉപാസിക്കയെന്നുള്ളതില്ല പുമാൻ സപ്തവൃത്തിയാ ധർമ്മം. ധർമ്മത്താൽ ജ്ഞാനം പിന്നെ സിദ്ധമാമപ്പോൾ സ്മൃതി വിസ്മൃതികളും തീരും. വേണു സംഘർഷാഗ്നി ജ്വലിച്ച് വേണു വനം ക്ഷീണത എന്നെ ദഹിച്ച് അഗ്നിയും ശമിക്കുമ്പോ ഗുണഭയേപരീത്യവേദ ജീവാത്മകർമ്മ ഗുണസത്വവും ഭക്തിജ്ഞാനവും നശിക്കുന്നു. ഇങ്ങനെ ആത്മസ്ഥനായുള്ളവൻ ബന്ധത്തിനും മംഗളവും മോക്ഷത്തിനും കർത്താവെന്നറിഞ്ഞാലും പരമാത്മാവ് പരമായയാലനാദിയായി പരമാർത്ഥത്തെ അറിഞ്ഞിടാതെ ബദ്ധനായി ജീവനായി വന്നതെന്നും ആയതു സാത്വികത്താൽ ആവോളം ഉപാസിച്ചു മായേ കളകെന്നും ഇങ്ങനെ കൃഷ്ണവാക്യവും ആദരവോട് കേട്ടു മംഗളൻ ഉദ്ധവനുമാം നേരം ചോദ്യം ചെയ്തു.